ഹലോ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. നമ്മൾ നിസ്സാരമായി വലിച്ചെറിഞ്ഞ് കളയുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ട് മനോഹരമായി ഉണ്ടാക്കിയെടുക്കുന്ന ചെമ്പരത്തി പൂക്കളാണ് ഇന്ന് പൂക്കൂട നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. 5 ഇതളുള്ള ചെമ്പരത്തി പൂക്കൾ നേരത്തെ പൂക്കൂട തയ്യാറാക്കിയിരുന്നു. ഈ പൂക്കളെ ഇരട്ട ചെമ്പരത്തിയെന്നും കട്ട ചെമ്പരത്തിയെന്നും അടുക്ക് ചെമ്പരത്തിയെന്നും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. വെള്ളയും ചുവപ്പും മഞ്ഞയും പിങ്കും അങ്ങനെ പല നിറത്തിലുള്ള കട്ടച്ചെമ്പരത്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ പല നിറത്തിലുള്ള പൂക്കളുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും കാണാറുള്ള മഞ്ഞ നിറത്തിലുള്ള അടുക്ക് ചെമ്പരത്തി പൂക്കളാണ് ഇന്ന് പൂക്കൂട തയ്യാറാക്കുന്നത്. അതിനായി ഒരു റോൾ ടിഷ്യൂ പേപ്പറും മഞ്ഞയും കോപ്പർ നിറത്തിലുമുള്ള ഫാബ്രിക് പെയിൻറ്റുകളുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ബൗളിൽ അല്പം മഞ്ഞ കളർ ഫാബ്രിക് പെയിൻറ്റും അല്പം കോപ്പർ കളർ ഫാബ്രിക് പെയിൻറ്റും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. മറ്റൊരു ബൗളിൽ ഇതേ കോമ്പിനേഷനിൽ തന്നെ അല്പം മജന്ത കളർ കൂടി ചേർത്ത് കലക്കിയെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ മുറിച്ചെടുത്ത് ഇതുപോലെ മടക്കിയ ശേഷം അതിൻ്റെ ഒരു വശം ഈ മഞ്ഞ നിറത്തിലേതിലും മറ്റൊരു വശം ഈ മജന്ത നിറത്തിലും ഇങ്ങനെ മുക്കിയെടുത്ത് നമുക്ക് നിവർത്തി ഉണക്കിയെടുക്കാം. ഇതുപോലെ തണലുള്ള ഒരു സ്ഥലത്ത് ഉണക്കിയെടുക്കാം. ഇതേ നിറത്തിലെ ചെമ്പരത്തിപ്പൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് കൊടുത്ത് ടിഷ്യൂ പേപ്പർ നമ്മൾ ഉണക്കിയെടുത്തത്. ഇനി ഈ ടിഷ്യൂ പേപ്പർ മടക്കിയെടുത്ത് ഈ മഞ്ഞ നിറം മുൻപിൽ വരത്തക്ക വിധത്തിൽ നമുക്ക് ഓരോ പെറ്റൽസായി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ അടുക്കി വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ധാരാളം ഇതളുകൾ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. മഞ്ഞ നിറം ഇതളിൻ്റെ മുൻവശമായും നിറം കൂടുതലുള്ള വശം ഇതളിൻ്റെ ഉൾവശമായും നമുക്കെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ മുൻവശം നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മടക്കിയെടുത്ത് നമുക്ക് ഈ തുണിയൊക്കെ പിഴിഞ്ഞെടുക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളിലുള്ള ചെറിയ ഞൊറിവുകൾ പോലുള്ള ഭാഗം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നാച്ചുറൽ ലുക്ക് വരും. അതിനുവേണ്ടി ഇങ്ങനെ ചുരുട്ടിയെടുത്ത ശേഷം ഇനി നിവർത്തിയെടുത്ത് നമുക്ക് ഓരോ പെറ്റൽസായി മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പീസ് എടുത്ത് ഇതുപോലെ തന്നെ ചെറിയ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഈ മഞ്ഞ നിറത്തിലുള്ള ഭാഗത്തിൻ്റെ പകുതി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ചെറിയ ഇതളുകൾ കൂടി കട്ട് ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ തുണി പിഴിയുന്നത് പോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇനി ഇതിൽ നിറം കൂടുതലുള്ള പെറ്റൽസ് ഒരു 2-3 എണ്ണം നമുക്ക് മാറ്റി വയ്ക്കാം. 2-3 അല്ല, ഒരു 4-5 എണ്ണം മാറ്റി വെച്ചുകൊണ്ട് ബാക്കി പെറ്റൽസ് 3 എണ്ണം വീതമുള്ള ചെറിയ ചെറിയ കുലകളായി നമുക്ക് കെട്ടിയെടുക്കാം. 3 പെറ്റൽസ് വീതമെടുത്ത് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയ ശേഷം ഒരു നൂല് കൊണ്ട് നമുക്കതിനെ കെട്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ഇതുപോലെ കെട്ടി മാറ്റി വയ്ക്കാം.
ഇനി ചെമ്പരത്തിപ്പൂവിൻ്റെ മധ്യഭാഗത്ത് പൂമ്പൊടിയൊക്കെ ഉള്ളൊരു ഭാഗമുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പീസ് ചുവന്ന ക്രേ പേപ്പറും ഒരു മഞ്ഞ പീസ് ക്രേ പേപ്പറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ചുവന്ന ക്രേ പേപ്പർ ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ചെറുതായി അതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്ത ശേഷം അതിൽ നിന്ന് ഒരു 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു കമ്പിയിലേക്ക് നമുക്ക് ഫെവിക്കോൾ പുരട്ടി ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അറ്റത്തായി ഫെവിക്കോൾ പുരട്ടിയ ശേഷം അത് നമുക്ക് മഞ്ഞൾപ്പൊടിയിൽ മുക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഈ മഞ്ഞ ക്രേ പേപ്പറിൽ നിന്നും അതുപോലൊരു പീസ് മുറിച്ചെടുത്ത് അതിൻ്റെയും അഗ്രഭാഗം നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം അതും അതുപോലൊന്ന് ചുരുട്ടിയെടുത്ത ശേഷം നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയിൽ തന്നെ ഫെവിക്കോൾ പുരട്ടി ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ഇതും നിവർത്തി ചെറുതായി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്ത ആ കമ്പിയിലേക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം. അല്പനേരം ഇതും ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പെറ്റൽസിൽ നല്ല കളർ തോന്നിക്കുന്ന പെറ്റൽസ് ഓരോന്നായി എടുത്ത് ഇതുപോലെ നൂല് കൊണ്ട് ചുറ്റി കൊടുക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ പെറ്റൽസ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും നീറ്റായി വെക്കേണ്ട കാര്യമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞാണ് സാധാരണ ചെമ്പരത്തിപ്പൂവിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പെറ്റൽസ് വയ്ക്കുമ്പോഴും അത്ര നീറ്റൊന്നും ആകണ്ട, എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നന്നായി ഉറപ്പിച്ച് കെട്ടിയെടുക്കാം. നമ്മൾ 2 അളവിലുള്ള പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിരുന്നു. അതിൽ ചെറിയ അളവിലുള്ള പെറ്റൽസാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ചെറിയ അളവിലുള്ള പെറ്റൽസ് തന്നെയാണ് 3 എണ്ണം വീതം നമ്മൾ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. വലിയ പെറ്റൽസ് അവസാനം വയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ചെറിയ പെറ്റൽസ് എല്ലാം ഏകദേശം ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന 3 പെറ്റൽസ് വീതമുള്ള ഇതളുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതാണ് കട്ട ചെമ്പരത്തിക്ക് ശരിക്കും ഷേപ്പ് കൊടുക്കുന്നത്. അതിങ്ങനെ ഒന്നിന് പിറകെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. 3 ഇതളുകൾ വീതമുള്ള ഓരോ കെട്ടും എടുത്ത് ഓരോന്നിൻ്റെ സൈഡിലായി വെച്ച് കൊടുത്ത് പൂവ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ആ പെറ്റൽസും മുഴുവനും വെച്ച് നൂല് ചുറ്റിക്കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച വലിയ പെറ്റൽസ് ഓരോന്നായി എടുത്ത് ഈ പൂവിൻ്റെ ഏറ്റവും അടിയിലായി നിരനിരയായി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും ചുറ്റിയ ശേഷം അടുത്ത പെറ്റൽസ് എടുത്ത് വീണ്ടും അതിൻ്റെ സൈഡിലായി വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ പെറ്റൽസും നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം.
ഇങ്ങനെ എല്ലാ പെറ്റൽസും വെച്ച് കഴിഞ്ഞു. ഇനി അതിനിടയ്ക്ക് ഏതെങ്കിലും പെറ്റൽസ് വീണ് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അല്പം ഫെവിക്കോൾ വെച്ച് കൊടുത്ത് ആ പൂവിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി പൂവിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് കാലിക്സ് ഒട്ടിച്ചെടുക്കാം. കുറച്ച് ക്രേപ്പ് ടേപ്പ് കൂടി ചുറ്റി നമുക്ക് തണ്ടും കണ്ടില്ലേ, എത്ര ഈസിയായി ചെമ്പരത്തിപ്പൂവ് റെഡിയായി. നമ്മൾ നിസ്സാരമായി വലിച്ചെറിഞ്ഞ് കളയുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ട് എത്ര മനോഹരമായ പൂക്കൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ വെറും ടിഷ്യൂ പേപ്പർ കൊണ്ട് വെള്ളയും മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള മനോഹരമായ ചെമ്പരത്തിപ്പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതിലും മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.